Hi students, 6th chapter ആയ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് CVP അനാലിസിസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അല്ല, മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് CVP അനാലിസിസ്. CVP അനാലിസിസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കോ, മീനിങ് ഓഫ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. CVP അനാലിസിസ് കൊണ്ട് CVP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് C കോസ്റ്റ്, V വോളിയം അതായത് സെയിൽസ്, P പ്രോഫിറ്റ്. അപ്പോൾ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. CVP അനാലിസിസ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് CVP അനാലിസിസ് എന്ന് പറയുന്നത്. It is used to evaluate how cost and profit are affected by changes in the volume of production. പ്രൊഡക്ഷൻ്റെ വോള്യത്തിൽ ചേഞ്ച് വരുത്തുമ്പോൾ അത് എങ്ങനെയാണ് പ്രോഫിറ്റിനെയും കോസ്റ്റിനെയൊക്കെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ അനലൈസ് ചെയ്യുന്നത്. When volume of production changes, cost also changes. Consequently, profit changes. പ്രൊഡക്ഷനിൽ ചേഞ്ച് വരുത്തുമ്പോൾ അത് കോസ്റ്റിനെയും ചേഞ്ച് വരുത്തുന്നു, അതുപോലെ തീർച്ചയായും പ്രോഫിറ്റിലും അത് ചേഞ്ച് വരുന്നു. Thus the three factors, namely cost, volume and profit are interconnected. അല്ലേ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക എന്താണ്, ഈ മൂന്ന് ഫാക്ടേഴ്സും ഇൻ്റർകണക്റ്റഡ് ആണ്. An analysis of three different factors, cost, volume and profit, is known as cost, volume, profit analysis. അപ്പോൾ ഈ മൂന്ന് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിൻ്റെയും അനാലിസിസ് ആണ് ഇതിൽ നടക്കുന്നത്. ഈ അനാലിസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസിൻ്റെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇൻ്റർ കണക്ഷൻസ് അനലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ വിവിധ ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഇതിൽ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് പോയിൻറ്റ്സുകളാണ് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻസ്, കോൺട്രിബ്യൂഷൻ, ബ്രേക്ക് ഈവൺ അനാലിസിസ്, മാർജിൻ ഓഫ് സേഫ്റ്റി, പ്രോഫിറ്റ് വോളിയം റേഷ്യോ, ബ്രേക്ക് ഈവൺ ചാർട്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തുടങ്ങിയ. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും പോയിന്റുകളെ കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുക, essay ആയിട്ടും ഒക്കെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ. ഇവിടെ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നോക്കി നോക്കാം. കോൺട്രിബ്യൂഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ മാർജിനൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദി ബേസിസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ. ഇവിടെ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ബേസായിട്ട് എടുക്കുന്നത് ഏതിനെയാണ്, കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത്. ഇറ്റ് ഈസ് ദി പ്രോഫിറ്റ് ഇൻ മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിൽ പ്രോഫിറ്റായിട്ട് കണക്കാക്കുന്നത് കോൺട്രിബ്യൂഷനാണ്. ഇറ്റ് റെഫേഴ്സ് ടു എക്സസ് ഓഫ് സെയിൽസ് ഓവർ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റിനേക്കാൾ കൂടുതലായി സെയിൽസിൽ വരുന്ന ഹയർ എമൗണ്ടാണ് കോൺട്രിബ്യൂഷനായിട്ട് കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദി ഫൈനൽ പ്രോഫിറ്റ്. ഇതൊരിക്കലും ഒരു ഫൈനൽ പ്രോഫിറ്റ് അല്ല. ഇറ്റ് ഈസ് ദി മാർജിനൽ പ്രോഫിറ്റ്. ഒരു മാർജിനൽ പ്രോഫിറ്റ് മാത്രമാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ ഈസ് ആൾസോ നോൺ ആസ് കോൺട്രിബ്യൂഷൻ മാർജിൻ ഓർ ഗ്രോസ് മാർജിൻ. കോൺട്രിബ്യൂഷന് നമ്മൾ കോൺട്രിബ്യൂഷൻ മാർജിൻ അല്ലെങ്കിൽ ഗ്രോസ് മാർജിൻ എന്ന് കൂടി പറയാറുണ്ട്. അപ്പോൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ അല്ലെങ്കിൽ CVP അനാലിസിസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ എല്ലാ ഡിസിഷൻസും മാനേജ്മെൻറ്റ് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻസ്. കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വയ്ക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൽ മാർജിനൽ കോസ്റ്റ് ഇക്വേഷനിൽ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷനാണ് ഫസ്റ്റ് തന്നിട്ടുള്ളത്. കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു, കോൺട്രിബ്യൂഷൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്.
പ്രോഫിറ്റിൽ വേരിയബിൾ കോസ്റ്റിനേക്കാൾ കൂടുതലായി സെയിൽസിൽ വരുന്ന എമൗണ്ട്. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ എത്രയെന്നുള്ളത് കണ്ടെത്താം. അപ്പോൾ അല്ലെങ്കിൽ ലെറ്റർ ഉപയോഗിച്ചിട്ട് C = S - V എന്ന് നമുക്ക് എഴുതാം. അതുകൂടാതെ വേറൊരു രീതിയിൽ കൂടി നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടെത്താം. എങ്ങനെയാണ്? കോൺട്രിബ്യൂഷൻ = ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് രണ്ടും കൂടി ആഡ് ചെയ്താലും കോൺട്രിബ്യൂഷൻ കിട്ടും. ഇല്ല സെയിൽസും വേരിയബിൾ കോസ്റ്റുമാണ് തന്നിട്ടുള്ളതെങ്കിൽ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താലും നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ C = ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് F + P. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം അല്ലേ. S - V എന്ന് പറഞ്ഞാലും കോൺട്രിബ്യൂഷനാണ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാലും കോൺട്രിബ്യൂഷനാണ്. അതെന്തിന് ഈക്വലാണ്? F + Pക്ക് ഈക്വലാണ്. F എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റിന് ഈക്വലാണ് അല്ലേ. ഓക്കെ, ഇനി അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്രയെന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ അപ്പോൾ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതുകൊണ്ട് തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ നോക്കിയാൽ മതി. കോൺട്രിബ്യൂഷൻ = ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. കോൺട്രിബ്യൂഷൻ കാണണമെങ്കിൽ ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റും കൂടി ആഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് കണ്ടെത്തണമെങ്കിൽ ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ മതി അല്ലേ. നെക്സ്റ്റ് അതേപോലെ ഫിക്സഡ് കോസ്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ കോൺട്രിബ്യൂഷനിൽ നിന്ന് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ മതി. കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റാണ് ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രോബ്ലം നോക്കാം. അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റാണ് ഇവിടെ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ്. സെയിൽസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു എന്നുള്ളത് ആദ്യം അറിയണം. കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നില്ല. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കോൺട്രിബ്യൂഷൻ കാണണമെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കാണണം അല്ലേ. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കോൺട്രിബ്യൂഷൻ കണ്ടെത്തണം. അപ്പോൾ കോൺട്രിബ്യൂഷൻ കാണണമെങ്കിൽ ഇവിടെ നമുക്ക് എന്തിൽ നിന്ന്? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താലാണ് കോൺട്രിബ്യൂഷൻ കിട്ടുക. അപ്പോൾ എത്രയാണ്? സെയിൽസ് ഇവിടെ തന്നുള്ളത് 10 lakh ആണ്. 10 lakh സെയിൽസ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് 5 lakh തന്നിട്ടുണ്ട്. അപ്പോൾ 10 lakhൽ നിന്ന് 5 lakh മൈനസ് ചെയ്താൽ 5 lakh ആണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് 5 lakh കിട്ടി. ഇനി പ്രോഫിറ്റ് കണ്ടെത്തണം. പ്രോഫിറ്റ് = കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ കോൺട്രിബ്യൂഷൻ 5 lakh മൈനസ് 3 lakh എത്രയാണ്? 2 lakh നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കി നോക്കൂ. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റാണ് കണ്ടെത്താൻ പറഞ്ഞുള്ളത്. അവിടെ നമുക്ക് സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി നോക്കുക. ആദ്യം കോൺട്രിബ്യൂഷൻ കണ്ടെത്തണം. കോൺട്രിബ്യൂഷൻ കാരണം ഇവിടെ സെയിൽസും വേരിയബിൾ കോസ്റ്റാണ് തന്നുള്ളത്. ഇവിടെ ഏതാണ്? ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കറിയില്ല. അത് ആ മറ്റേ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 6 lakh ആണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തണം? ഫിക്സഡ് കോസ്റ്റ് കണ്ടെത്തണം. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് കാണണമെങ്കിൽ കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര? 6 lakhൽ നിന്ന് 3 lakh മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3 lakh ഫിക്സഡ് കോസ്റ്റ് കിട്ടി. ഓക്കെ, അടുത്തത് നോക്കി നോക്കൂ. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ അസർട്ടൈൻ ദി എമൗണ്ട് ഓഫ് വേരിയബിൾ കോസ്റ്റ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അത് മുഴുവൻ കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടും ചെയ്ത സ്ഥിതിക്ക് വേരിയബിൾ കോസ്റ്റ് കാണാൻ യൂസ് ചെയ്യണം. സെയിൽസ് തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. സാധാ കേസിൽ നമ്മൾ എന്ത് കാണണം? കോൺട്രിബ്യൂഷൻ കണ്ടെത്തണം. ഇവിടെ നമുക്ക് ഫിക്സഡ് കോസ്റ്റും പ്രോഫിറ്റുമാണ് തന്നുള്ളത്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 3,50,000ഉം പ്രോഫിറ്റ് 1 lakh രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 4,50,000 കോൺട്രിബ്യൂഷൻ കിട്ടി. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഏത് മൈനസ് ചെയ്താൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കിട്ടും? കോൺട്രിബ്യൂഷനിൽ നിന്നല്ല, സെയിൽസിൽ നിന്ന് കോൺട്രിബ്യൂഷൻ മൈനസ് ചെയ്താലാണ് നമുക്ക് വേരിയബിൾ കോസ്റ്റ് കിട്ടുക അല്ലേ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് = സെയിൽസ് മൈനസ്
കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. അത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അടുത്തത് ഫിക്സഡ് കോസ്റ്റ്, പ്രോഫിറ്റ്, അതുപോലെ കോൺട്രിബ്യൂഷനൊക്കെ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഒന്ന് നോക്കി നോക്കൂ. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് കണ്ടെത്താനുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് സെയിൽസ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, വേരിയബിൾ ഓവർ ഹെഡ്സ്, പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏതൊക്കെ ചേർന്നാണ്? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് വേജസും വേരിയബിൾ ഓവർ ഹെഡും ചേർന്നതാണ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്താലാണ് കോൺട്രിബ്യൂഷൻ കിട്ടുക, അല്ലേ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റാണ് കോൺട്രിബ്യൂഷൻ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടി ചേർന്നതാണ്. അത് ശ്രദ്ധിക്കണം എപ്പോഴും ക്വസ്റ്റ്യൻ വരുമ്പോൾ. ഇപ്പോൾ സെയിൽസ് 6 lakh ആണ്. ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3,75,000 കിട്ടും. അപ്പോൾ അത് ലെസ് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ 2,25,000 കിട്ടി. ഓക്കെ, ഇനി കോൺട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1,25,000 തന്നിട്ടുണ്ട്. ആ 1,25,000 മൈനസ് ചെയ്താൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് എത്ര കിട്ടും? 1 lakh കിട്ടും. ഓക്കെ, ഈസി അല്ലേ ചെയ്യാൻ. അടുത്തത് ബ്രേക്ക് ഈവൺ അനാലിസിസ്. അടുത്ത പോയിൻ്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു മെത്തേഡ് നമ്മുടെ CVP അനാലിസിസിൽ വരുന്ന വേറൊരു ടെക്നിക്കാണ് ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. നോക്കാം എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടെക്നിക് ഓഫ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. ബ്രേക്ക് ഈവൺ അനാലിസിസ് എസ്റ്റാബ്ലിഷസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റവന്യൂസ് ആൻഡ് കോസ്റ്റ് വിത്ത് റെസ്പെക്റ്റ് ടു വോളിയം. അതായത് മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ഇതിലും പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ലെവൽ ഓഫ് സെയിൽസ് അറ്റ് വിച്ച് ടോട്ടൽ കോസ്റ്റ് ആർ ഈക്വൽ ടു ടോട്ടൽ റവന്യൂസ്. ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിൻ്റ് കാണിക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ബ്രേക്ക് ഈവൺ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബ്രേക്ക് ഈവൺ അനാലിസിസ്. നോക്കി നോക്കൂ. ദി കാൽക്കുലേഷൻ ഓഫ് ബ്രേക്ക് ഈവൺ പോയിൻ്റ് ഈസ് ദി ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ബ്രേക്ക് ഈവൺ അനാലിസിസ്. അല്ല, ബ്രേക്ക് ഈവൺ അനാലിസിസ് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ബ്രേക്ക് ഈവൺ പോയിൻ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എന്താണ് ഈ ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ? ബ്രേക്ക് ഈവൺ പോയിൻ്റ് ഈസ് ദി പോയിൻ്റ് ഓർ ലെവൽ ഓഫ് ആക്ടിവിറ്റി അറ്റ് വിച്ച് ദി ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂവിന് ഈക്വൽ ആവുന്ന പോയിൻറ്റിനെയാണ് ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി പോയിൻ്റ് ഓഫ് നോ പ്രോഫിറ്റ് നോ ലോസ്. ഈ പോയിൻ്റ് എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. പ്രോഫിറ്റും ലോസും ഈക്വലായി വരുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൺ പോയിൻ്റ് എന്ന് പറയുന്നത്. ദസ് ഇറ്റ് ഈസ് എൻ ഇക്വിലിബ്രിയം ഓർ ബാലൻസിങ് പോയിൻ്റ്. ഇതിന് നമ്മൾ ഇക്വിലിബ്രിയം പോയിൻ്റ് അല്ലെങ്കിൽ ബാലൻസിങ് പോയിൻ്റ് എന്ന് കൂടി പറയുന്നു. എന്താ വെച്ചാൽ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസും ഈക്വലായി വരുന്ന പോയിൻ്റാണ് ബ്രേക്ക് ഈവൺ പോയിൻ്റ്. അപ്പോൾ അത് കണ്ടെത്തുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ടെക്നീക്സാണ് ഏതെന്ന് പറയുന്നത് ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണതും നോക്കി നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ബ്രേക്ക് ഈവൺ പോയിൻ്റ് ഇൻ യൂണിറ്റ്സിലും ബ്രേക്ക് ഈവൺ പോയിൻ്റ് ഇൻ സെയിൽസ് വാല്യൂയിലും കണ്ടെത്താൻ നമ്മളോട് പറയും. ഇൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റിൽ ബ്രേക്ക് ഈവൺ പോയിൻ്റ് എത്രയാണ് വരുന്നത്, അതുപോലെ ടോട്ടൽ എത്രയാണ് ബ്രേക്ക് ഈവൺ പോയിൻ്റ് വരുന്നത് എന്നുള്ളതുമാണ് നമുക്ക് ഇതിൽ സാധാരണ തരാറുള്ളത്. ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിൻ്റ് കാണാനുള്ള ഇൻ യൂണിറ്റ്സിൽ കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ യൂണിറ്റ്സ് കാണാനുള്ളത്. നെക്സ്റ്റ് നോക്കി നോക്കൂ, ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ സെയിൽസ് വാല്യൂവിൽ കാണാനുള്ള ഇക്വേഷൻ നോക്കി നോക്കൂ. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് വാല്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ അല്ലേ. സെയിൽസ് വാല്യൂ മൈനസ് വേരിയബിൾ കോസ്റ്റ് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷനാണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ഇൻ വാല്യൂവിൽ കാണാനുള്ള ഇക്വേഷൻ. ഇത് ഇവിടെ ഇങ്ങനെ സോർട്ട് ചെയ്ത് കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ഇത് തന്നെയാണ് ഇക്വേഷൻ അതൊക്കെ വരുന്നത്. അതായത് ടോട്ടൽ കോൺട്രിബ്യൂഷൻ കണ്ട രണ്ടാമത്തെ ഇക്വേഷനിലത് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു ഇക്വേഷൻ പി വി റേഷ്യോ തന്നിട്ടാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമുക്ക് കാണാനുള്ള ഇക്വേഷനാണ് സി എന്ന് പറഞ്ഞിട്ട് തന്നുള്ള ബ്രേക്ക് ഇവൻ പോയിന്റ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. കണ്ടോ, പി വി റേഷ്യോ കാണാനുള്ളത് അടുത്തത് വരുന്നുണ്ട്, അപ്പോൾ പഠിക്കാം. നെക്സ്റ്റ് ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാനുള്ള ഒരു ഇക്വേഷൻ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാനുള്ള ഇക്വേഷനാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും തന്നിട്ടുണ്ട്. ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് നമുക്ക് കണ്ടെത്തിയാൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ബ്രേക്ക് ഇവൻ പോയിന്റ് കാണാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇക്വേഷൻസൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. നോക്കിയോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ആൻഡ് സെയിൽസ് വാല്യൂ. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 30, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 20, ഫിക്സഡ് കോസ്റ്റ് 50,000. അപ്പോൾ എങ്ങനെയാണ് യൂണിറ്റ്സിൽ ചെയ്യാൻ നോക്കി നോക്കൂ. ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാണണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 30 ആണ് സെല്ലിംഗ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ് 20, മൈനസ് ചെയ്താൽ 10 കിട്ടും. അപ്പോൾ 50,000, ഫിക്സഡ് കോസ്റ്റ് 50,000. 50,000 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് 5,000 യൂണിറ്റ്സ് കിട്ടും. ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ വാല്യൂ കാണണമെങ്കിൽ ആ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സിനെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിവിടെ ചെയ്യാം. അപ്പോൾ എത്രയാണ്? 5,000 ഇൻറ്റു 30, 1,50,000 സെയിൽസും കിട്ടി. ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് 1,50,000 കിട്ടി. ഓക്കെ, അടുത്തത് അതേപോലെ ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം. വ്യത്യാസമൊന്നുമില്ല, എമൗണ്ടിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇതേപോലെ ചെയ്യാനുള്ളതാണ്. ഓക്കെ.